ന്യായാധിപന്മാർ അധ്യായം 18. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ അക്കാലം തങ്ങൾക്ക് കുടി പാർപ്പാൻ ഒരു അവകാശം അന്വേഷിച്ചു. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അവർക്ക് അന്നുവരെ അവകാശം സ്വാധീനമായി വന്നിരുന്നില്ല. അങ്ങനെയിരിക്കെ ദേശം ഒറ്റുനോക്കി പരിശോധിക്കേണ്ടതിന് ദാന്യർ തങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് കൂട്ടത്തിൽ പരാക്രമശാലികളായ 5 പേരെ സോരയിൽ നിന്നും എസ്തായോലിൽ നിന്നും അയച്ചു. അവരോട് നിങ്ങൾ ചെന്ന് ദേശം ശോധന ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവർ എഫ്രൈം മലനാട്ടിൽ മീഖാവിന്റെ വീട് വരെ എത്തി രാത്രി അവിടെ പാർത്തു. മീഖാവിന്റെ വീടിനരികെ എത്തിയപ്പോൾ അവർ ആ ലേവ്യ യുവാവിന്റെ ശബ്ദം കേട്ടറിഞ്ഞ് അവിടെ കയറി ചെന്ന് അവനോട്, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആർ? നീ ഇവിടെ എന്തു ചെയ്യുന്നു? നിനക്കിവിടെ എന്ത് കിട്ടും എന്ന് ചോദിച്ചു. അവൻ അവരോട്, മീഖാവ് എനിക്ക് ഇന്നത് ചെയ്തിരിക്കുന്നു. അവൻ എന്നെ ശമ്പളത്തിന് നിർത്തി. ഞാൻ അവന്റെ പുരോഹിതനാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പോകുന്ന യാത്ര ശുഭമാകുമോ എന്ന് അറിയേണ്ടതിന് ദൈവത്തോട് ചോദിക്കണം എന്ന് പറഞ്ഞു. പുരോഹിതൻ അവരോട്, സമാധാനത്തോടെ പോകുവിൻ, നിങ്ങൾ പോകുന്ന യാത്ര യഹോവയ്ക്ക് സമ്മതം തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ 5 പുരുഷന്മാരും പുറപ്പെട്ട് ലയീഷിലേക്ക് ചെന്നു. അവിടുത്തെ ജനം സീദോന്യരെ പോലെ സ്വൈരവും സ്വസ്ഥതയും ഉള്ളവരായി നിർഭയം വസിക്കുന്നു. യാതൊരു കാര്യത്തിലും അവർക്ക് ദോഷം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവൻ ദേശത്ത് ആരുമില്ല. അവർ സീദോന്യർക്ക് അകലെ പാർക്കുന്നു. മറ്റുള്ള മനുഷ്യരുമായി അവർക്ക് സംസർഗവും ഇല്ല എന്ന് കണ്ടു. പിന്നെ അവർ സോരയിലും എസ്തോയോലിലും തങ്ങളുടെ സഹോദരന്മാരുടെ അടുക്കൽ വന്നു. സഹോദരന്മാർ അവരോട്, നിങ്ങൾ എന്ത് വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചു. അതിന് അവർ, എഴുന്നേൽപ്പിൻ, നാം അവരുടെ നേരെ ചെല്ലുക. ആ ദേശം ബഹുവിശേഷം എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ത്? ആ ദേശം കൈവശമാക്കേണ്ടതിന് പോകുവാൻ മടിക്കരുത്. നിങ്ങൾ ചെല്ലുമ്പോൾ നിർഭയമായിരിക്കുന്ന ഒരു ജനത്തെ കാണും. ദേശം വിശാലമാകുന്നു. ദൈവം അത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. അത് ഭൂമിയിലുള്ള യാതൊന്നിനും കുറവില്ലാത്ത സ്ഥലം തന്നെ എന്ന് പറഞ്ഞു. അനന്തരം സോരയിലും എസ്തോയോലിലും ഉള്ള ദാൻ ഗോത്രക്കാരിൽ 600 പേർ യുദ്ധസന്നദ്ധരായി അവിടെ നിന്ന് പുറപ്പെട്ടു. അവർ ചെന്ന് യഹൂദായിലെ കിര്യത്ത് യെയാരീമിൽ പാളയം ഇറങ്ങി. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെയും മഹനേദാൻ എന്നു പേർ പറയുന്നു. അത് കിര്യത്ത് യെയാരീമിന്റെ പിൻവശത്തിരിക്കുന്നു. അവിടെ നിന്ന് അവർ എഫ്രൈം മലനാട്ടിലേക്ക് ചെന്ന് മീഖാവിന്റെ വീടിനരികെ എത്തി. അപ്പോൾ ലയീഷ് ദേശം ഒറ്റുനോക്കുവാൻ പോയിരുന്ന ആ 5 പുരുഷന്മാരും തങ്ങളുടെ സഹോദരന്മാരോട്, ഈ വീടുകളിൽ ഒരു ഏഫോദും ഒരു ഗൃഹബിംബവും കൊത്തുപണിയും വാർപ്പുപണിയുമായ ഒരു വിഗ്രഹവും ഉണ്ട് എന്നറിഞ്ഞുവോ? ആകയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വിചാരിച്ചു കൊള്ളുവിൻ. അവർ അങ്ങോട്ട് തിരിഞ്ഞ് മീഖാവിന്റെ വീടിനോട് ചേർന്ന ലേവ്യ യുവാവിന്റെ വീട്ടിൽ ചെന്ന് അവനോട് കുശലം ചോദിച്ചു. യുദ്ധസന്നദ്ധരായ ദാന്യർ 600 പേരും വാതിൽക്കൽ നിന്നു. ദേശം ഒറ്റുനോക്കുവാൻ പോയിരുന്നവർ 5 പേരും അകത്തു കടന്നു കൊത്തുപണിയായ വിഗ്രഹവും ഏഫോദും ഗൃഹബിംബവും വാർപ്പുപണിയായ വിഗ്രഹവും എടുത്തു. പുരോഹിതൻ യുദ്ധസന്നദ്ധരായ 600 പേരുടെ അടുക്കൽ നിന്നിരുന്നു. ഇവർ മീഖാവിന്റെ വീടിനകത്ത് കടന്ന് കൊത്തുപണിയായ വിഗ്രഹവും ഏഫോദും ഗൃഹബിംബവും വാർപ്പുപണിയായ വിഗ്രഹവും എടുത്തപ്പോൾ പുരോഹിതൻ അവരോട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അവർ അവനോട്, മിണ്ടരുത്, നിന്റെ വായി പൊത്തി ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമായിരിക്കാം. ഒരുവന്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും കുലത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏത് നിനക്ക് നല്ലത് എന്ന് ചോദിച്ചു. അപ്പോൾ പുരോഹിതന്റെ മനം തെളിഞ്ഞു. അവൻ ഏഫോദും ഗൃഹബിംബവും കൊത്തുപണിയായ വിഗ്രഹവും എടുത്ത് പടജനത്തിന്റെ നടുവിൽ നടന്നു. ഇങ്ങനെ അവർ പുറപ്പെട്ട് കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും സമ്പത്തുകളെയും തങ്ങളുടെ മുമ്പിലാക്കി പ്രയാണം ചെയ്തു. അവർ മീഖാവിന്റെ വീട്ടിൽ നിന്ന് കുറെ ദൂരത്തായപ്പോൾ മീഖാവിന്റെ വീടിനോട് ചേർന്ന വീടുകളിലുള്ളവർ ഒരുമിച്ച് കൂടി ദാന്യരെ പിന്തുടർന്നു. അവർ ദാന്യരെ കൂകി വിളിച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കി. മീഖാവിനോട്, നീ ഇങ്ങനെ ആൾക്കൂട്ടത്തോടുകൂടെ വരുവാൻ എന്ത് എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടാക്കി എന്റെ ദേവന്മാരെയും എന്റെ പുരോഹിതനെയും നിങ്ങൾ അപഹരിച്ചു കൊണ്ടുപോകുന്നു. ഇനി എനിക്ക് എന്തുള്ളൂ? നിനക്ക് എന്ത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എങ്ങനെ എന്നവൻ പറഞ്ഞു.
ദാന്യർ അവനോട്, നിന്റെ ഒച്ച ഇവിടെ കേൾക്കരുത്, അല്ലെങ്കിൽ ദേഷ്യക്കാർ നിങ്ങളോട് കയർത്തിട്ട് നിന്റെ ജീവനും നിന്റെ വീട്ടുകാരുടെ ജീവനും നഷ്ടമാകുവാൻ നീ സംഗതി വരുത്തും എന്ന് പറഞ്ഞു. അങ്ങനെ ദാന്യർ തങ്ങളുടെ വഴിക്ക് പോയി. അവർ തന്നിലും ബലവാന്മാർ എന്ന് മീഖാവ് കണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. മീഖാവ് തീർപ്പിച്ചവയെയും അവനുണ്ടായിരുന്ന പുരോഹിതനെയും അവർ കൊണ്ടുപോയി. ലയീഷിൽ സ്വൈരവും നിർഭയവുമായിരുന്ന ജനത്തിന്റെ അടുക്കൽ എത്തി അവരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടി പട്ടണം തീവച്ച് ചുട്ടുകളഞ്ഞു. അത് സീദോൻ അകലെയായിരുന്നു. മറ്റു മനുഷ്യരുമായി അവർക്ക് സംസർഗമില്ലായകയാൽ അവരെ വിടുവിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. അത് ബേത് രഹോബ് താഴ്വരയിലായിരുന്നു. അവർ പട്ടണം വീണ്ടും പണിത് അവിടെ കുടിപാർക്കുകയും ഇസ്രായേലിന് ജനിച്ച തങ്ങളുടെ പിതാവായ ദാന്റെ പേരിൻ പ്രകാരം നഗരത്തിന് ദാൻ എന്ന് പേരിടുകയും ചെയ്തു. പണ്ട് ആ പട്ടണത്തിന് ലയീഷ് എന്ന് പേരായിരുന്നു. ദാന്യർ കൊത്തുപണിയായ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മോശയുടെ മകനായ ഗെർഷോമിന്റെ മകൻ യോനാഥാനും അവന്റെ പുത്രന്മാരും ആ ദേശത്തിന്റെ പ്രവാസകാലം വരെ ദാൻ ഗോത്രക്കാർക്ക് പുരോഹിതന്മാരായിരുന്നു. ദൈവത്തിന്റെ ആലയം ഷീലോവിൽ ആയിരുന്ന കാലത്തൊക്കെയും മീഖാവ് തീർപ്പിച്ച വിഗ്രഹം അവർ വച്ച് പൂജിച്ചു പോന്നു.